ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് അറസ്റ്റ് ചെയ്ത മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ ബിലാസ്പൂർ എൻഐഎ കോടതി അല്പസമയത്തിനകം വിധി പറയും. ജാമ്യം കിട്ടിയാൽ ഇന്ന് തന്നെ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരാകും. ബജ്രംഗ് നേതാവ് ജ്യോതി ശർമ്മ കയ്യേറ്റം ചെയ്തെന്ന് കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന ആദിവാസി പെൺകുട്ടികൾ പരാതി നൽകും. പിന്തുണ നൽകുമെന്ന് CPI വ്യക്തമാക്കിയതിന് പിന്നാലെ പെൺകുട്ടികൾ നാരായൺപൂരിലെ പാർട്ടി ഓഫീസിൽ എത്തി. വിഷയത്തിൽ BJP ഛത്തീസ്ഗഡ് കേരള ഘടകങ്ങൾ രണ്ട് തട്ടിലാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഛത്തീസ്ഗഡിലേക്ക് തിരിച്ചു. LDF UDF നേതാക്കൾ ഛത്തീസ്ഗഡിൽ തുടരുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ, ഒപ്പം അജീഷ് ജയകുമാർ, അരുൺ പൂപ്പറമ്പ, ബൽറാം നെടുങ്ങാടി എന്നിവർ വിശദാംശങ്ങളുമായി തത്സമയം 24 ബ്രേക്കിംഗിൽ. ആദ്യം ശ്രീനാഥ് ചന്ദ്രനിലേക്കാണ്. ശ്രീനാഥ്, അല്പസമയത്തിനകം വിധി പ്രസ്താവം ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. വിധി എന്താകും എന്നൊക്കെയുള്ള അറിയാനുള്ള ആകാംക്ഷയുണ്ട്. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. അനുജ, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, ഒപ്പം തന്നെ സിസ്റ്റർ പ്രീതി മേരി, രണ്ട് കന്യാസ്ത്രീകൾ ജയിലിൽ തുടരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 9 ദിവസം കഴിയുന്നു. 10ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്നെങ്കിലും അവർക്കൊരു മോചനം ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ആ വിധി വരേണ്ടത് ബിലാസ്പൂരിലെ പ്രത്യേക NIA കോടതിയിൽ നിന്നാണ്. ഞാനിപ്പോൾ ഉള്ളത് NIA കോടതിയിലാണ്. അല്പസമയത്തിനകം തന്നെ കോടതി ചേരും. ആദ്യത്തെ അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ കേസിൽ ഒരു വിധി വന്നേക്കും എന്നതാണ് BJPയുടെ അഭിഭാഷകനുമായ അല്പസമയം മുമ്പ് അഡ്വക്കേറ്റ് ഗോപകുമാറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഈ കേസിൽ ഒരു വിധി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ വിശദമായ വാദം ഇതുമായി ബന്ധപ്പെട്ട് കേട്ടതാണ്. പ്രോസിക്യൂഷന് കാര്യമായ എന്തെങ്കിലും ഒരു വാദം മുന്നോട്ട് വെക്കാൻ ഉണ്ടായിരുന്നില്ല. കേസ് അതിൻ്റെ പ്രാഥമികമായ ഘട്ടത്തിലാണ് എന്നത് പറഞ്ഞുകൊണ്ടാണ് ജാമ്യാപേക്ഷയെ അവർ എതിർത്തത്. എന്നാൽ കസ്റ്റഡി ആവശ്യമില്ല എന്നുള്ള നിലപാടും അവർ സ്വീകരിച്ചു എന്നതുകൂടി ശ്രദ്ധേയമാണ്. ഏതാണ്ട് ഈ രണ്ട് സാഹചര്യങ്ങൾ മുൻനിർത്തി തന്നെയാണ് കന്യാസ്ത്രീമാരുടെ അഭിഭാഷകരും അവരുടെ മോചനം, അവർക്കൊരു ജാമ്യം നൽകണം എന്നുള്ള വാദം മുന്നോട്ട് വെക്കുന്നത്. അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലൊരു തെളിവ് ഈ ഘട്ടത്തിലും മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസമാണ് ഈ മുംബൈയിലെ പ്രത്യേക NIA കോടതിയിൽ നിന്ന് മാലേഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിധി വന്നത്. അന്ന് പ്രതികളെ എല്ലാം വെറുതെ വിട്ടുകൊണ്ട് കോടതി പറഞ്ഞ ഉത്തരവിൻ്റെ പൂർണ്ണരൂപം നമ്മൾ വായിച്ചതാണ്. അതിൽ പ്രധാനപ്പെട്ട വാദമായി കോടതി പറയുന്നത് ഏതെങ്കിലും ഊഹാപോഹത്തിൻ്റെയോ പൊതുധാരണയുടെയോ അല്ലെങ്കിൽ ഒരു ധാർമ്മിക പ്രശ്നത്തിൻ്റെയൊക്കെ പരിധിയിൽ വെച്ച് ഈ വിഷയങ്ങളെ ഒന്നും തന്നെ നോക്കിക്കാണാൻ കഴിയില്ല. തെളിവുകളാണ് കോടതിയെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുക്കുന്നതിൽ പ്രധാനം എന്നതായിരുന്നു കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണം. മറ്റൊരു NIA കോടതിയിൽ സമാനമായി വേറൊരു കേസ് വരുമ്പോൾ, കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു കേസ് വരുമ്പോൾ ഇതേ വാദം ഇവിടെയും ഉന്നയിക്കപ്പെടുന്നുണ്ട്. തെളിവുകളൊന്നും തന്നെ ദിവസങ്ങൾ ഇത്രയായിട്ടും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. രണ്ട് പ്രധാനപ്പെട്ട കുറ്റങ്ങളാണ് ഇവർക്കുമേൽ ചുമത്തിയിട്ടുള്ളത്. ഒന്ന്, നിർബന്ധിത മതപരിവർത്തനം, ഒപ്പം തന്നെ മനുഷ്യക്കടത്ത്. ഈ രണ്ട് വകുപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ് മജിസ്ട്രേറ്റ് കോടതിയിലോ അല്ലെങ്കിൽ സെഷൻസ് കോടതിയിലോ നൽകേണ്ട ജാമ്യം അത് വലിച്ചു നീട്ടി ഇങ്ങ് NIA കോടതി വരെ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത്. അവിടെ വാദത്തിനൊടുവിലാണ് ഇപ്പോൾ വിധി വരാൻ പോകുന്നത്. സിറാജുദ്ദീൻ ഖുറേഷി എന്ന ജഡ്ജിയാണ് ഇന്നലെ വാദം കേട്ട ശേഷം ഇന്നിപ്പോൾ വിധി പറയാൻ വേണ്ടി പോകുന്നത്. ഇന്നലത്തെ വാദം കേട്ട ഏതൊരാൾക്കും ഇന്ന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നത് തന്നെയാണ് തോന്നുക. മാത്രമല്ല, ഇന്നിപ്പോൾ ഉത്തരവ് വരികയാണ്. ജാമ്യം അനുവദിച്ചുകൊണ്ടൊരു ഉത്തരവ് വരികയാണെങ്കിൽ നേരത്തെ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞതുപോലെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇമെയിലായി ഈ സന്ദേശം മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് അയക്കും. അവിടെ നിന്ന് ജയിലിലേക്ക് ഈ സന്ദേശം എത്തിക്കും. അതെപ്പോൾ എത്തുന്നു എന്നതിന് മുറയ്ക്ക് ഏതാണ്ട് 15 മിനിറ്റിന് പിന്നാലെ ഈ സിസ്റ്റർമാർക്ക് ജയിലിന് പുറത്തേക്ക്, ദുർഗിലെ സെൻട്രൽ ജയിലിന് പുറത്തേക്ക് വരാൻ വേണ്ടി കഴിയും. സാധാരണ ജയിലുകളിൽ 5 മണിയും 6 മണി വരെയൊക്കെയാണ് ഇതിന് സമയപരിധിയെങ്കിൽ ദുർഗിൽ 8 മണി വരെ ഉണ്ട് എന്നതാണ് ജോൺ ബ്രിട്ടാസ് MP സൂചിപ്പിച്ചത്. അനുജ.